എന്താ സാറേ? എല്ലാം ഒന്ന് ഓർത്തു പോയതാ. ഒന്നിച്ചിരിക്കുന്നതും വിളമ്പുന്നതും ഉണ്ണുന്നതും ഒക്കെ മേലിരുന്ന് കാണുന്നുണ്ടാവും. എനിക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളതിൽ ആശ്വസിക്കുകയായിരിക്കും. നല്ലൊരു ദിവസമായിട്ട് വെറുതെ കരയണ്ട. സാറ് കഴിക്ക്. ശരി. നന്ദി മോളെ. ഇത് വളരെ സന്തോഷമുള്ളൊരു ഓണമാണ്. ഹരി, ഇന്ന് വൈകിട്ട് നേരം ഉണ്ടെങ്കിലേ വണ്ടിയെടുത്ത് നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരുടെ വീടുകളിലേക്ക് ഒന്ന് പോണം. എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. അവര് മനസ്സ് നിറഞ്ഞു പോണം. ഒന്നും പോവാം. എനിക്കും പോണമെന്നുണ്ട്. നമ്മുടെ വീട്ടിലെ തിരക്കൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് ഞാനും നിത്യം കൂടെ ഇറങ്ങിക്കോളാം. അല്ല, അവിടെ വീട്ടിലെല്ലാരും കാത്തിരിക്കുമല്ലേ? നിങ്ങൾ വെക്കോ? അത് വേണ്ട, കഴിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പറയുന്നത് കേൾക്ക് മക്കളെ. ഓണമായിട്ട് എനിക്ക് നിങ്ങൾ സദ്യ എത്തിച്ചല്ലോ, വിളമ്പിച്ചല്ലോ. പിന്നെന്താ, എന്റെ ഈ ഇലയെടുത്ത് കളയുന്നത് നിങ്ങൾ നിൽക്കണോ? നിങ്ങൾ ചെല്ല്. ചെല്ല്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. നിങ്ങൾ വൈകുന്നേരം ഇറങ്ങുമ്പോ ഇങ്ങോട്ട് വാ. നിത്യ, എന്നാ നമുക്കിറങ്ങിയാലോ? പോവാം. പായസം കഴിക്കണം കേട്ടോ. കഴിക്കും. കൊണ്ടുവന്നത് മുഴുവനും കഴിച്ചു തീർത്തോളാം. എന്താ ഈ ഓണത്തിന് എന്താ ചെയ്തതെന്ന് മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണേ, മോൾക്ക് സന്തോഷായോ? ഓ ആന്റി, ഇത്രേ ഉള്ളൂ. വലിയ വലിയ വൈരാഗ്യങ്ങളും വിഷമങ്ങളും ഒക്കെ നല്ലൊരു വാക്കുകൊണ്ട് തീരും, നല്ലൊരു പ്രവൃത്തി കൊണ്ട് തീരും. എനിക്കത് മനസ്സിലായി ആന്റി. ഇനി ഒരിക്കലും മോൾ അച്ഛനെ വേദനിപ്പിക്കരുത്. രാമകൃഷ്ണേട്ടൻ ഒരു പാവം മനുഷ്യന്, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വീണ, നമ്മൾ തമ്മില് പലപ്പോഴും സംസാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീണയെ തല്ലേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം മറന്നു കളഞ്ഞ കൂട്ടത്തില് അതും മറക്കാൻ പറ്റില്ലേ? എന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്ന് എനിക്കറിയാം. അതൊന്നും ആർക്കും പൊറുക്കാൻ പറ്റാത്തതായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ നിത്യ. എന്തായാലും ഒരു കാര്യത്തില് സന്തോഷമുണ്ട്. വീണ വിപിനോടൊപ്പം നന്നായി ജീവിക്കുന്നുണ്ടല്ലോ. എന്നും ഇങ്ങനെ വേണം മോളെ. കുടുംബമാണ് നമ്മുടെ ശക്തി. നമ്മുടെ വേറെ ഏത് നേട്ടവും അതിന് പുറകിലേ വരൂ. എനിക്ക് മനസ്സിലായി ആന്റി. വീണ ഇനി എപ്പോഴും ഇങ്ങോട്ട് വരണം. വിപിന്നെയും കല്യാണിയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. അത് വീണയുടെ അച്ഛനും മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യ. നമുക്കൊരു കാര്യം ചെയ്യാം. രഘുവേട്ടൻ തിരിച്ചു വന്നിട്ട് ഒരു ദിവസം ഇവരെ ഇങ്ങോട്ട് വിളിക്കാം. അന്ന് ജ്യോതിയോടും മനുവിനോടും ഒക്കെ വരാൻ പറയാം. അപ്പൊ പിന്നെ നമ്മുടെ കുടുംബം പൂർണ്ണമായല്ലോ. അപ്പോഴും കുടുംബം പൂർണ്ണമാകില്ലല്ലോ ആന്റി. ഒരാള് കൂടിയില്ലേ, ജീവൻ.
അയ്യോ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും എല്ലാ വൈരാഗ്യങ്ങളും മാറി ജീവനും തിരിച്ചു വന്നെങ്കിലോ? അങ്ങനെ അവൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു മോളെ. പക്ഷേ വേണ്ട വേണ്ട, അത് വിട്ടേക്ക്.